നമ്മുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് റീപർച്ചേസ് ചെയ്യാനായിട്ട് മൈ ഇൻകം എന്നുള്ള ഓപ്ഷൻ, നമ്മുടെ ഹോം പേജിലെ മൈ ഇൻകം ഓപ്ഷൻ എടുക്കുക. മൈ ഇൻകം ഓപ്പൺ ചെയ്ത ശേഷം റീപർച്ചേസ് വാലറ്റ് നേരെ ഓപ്പോസിറ്റ് ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത്. ഈ ഒരു പേജ് നമ്മൾ സാധാരണ ആക്ടിവേഷൻ വാലറ്റിലേക്ക് എങ്ങനെയാണോ എമൗണ്ട് ആഡ് ചെയ്യുന്നത് അതേ ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ സ്പ്രിംഗ് വേയിലേക്ക് എമൗണ്ട് അയച്ചതിൻ്റെ സ്ലിപ്പിൽ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്ന അതിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് അഡ്മിനോട് അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് ആ എമൗണ്ട് വരും. ആ എമൗണ്ട് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് റീപർച്ചേസ് വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ മൈ പ്രോഡക്റ്റ് എന്ന് കാണുന്ന ആ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുക. മൈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഫസ്റ്റ് പർച്ചേസ് ആണെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് കൊടുക്കുക. അല്ലാതെ റീപർച്ചേസ് ആണെങ്കിൽ റീപർച്ചേസ് പ്രോഡക്റ്റ് എടുക്കുക. നമുക്കിപ്പോൾ റീപർച്ചേസ് ആയതുകൊണ്ട് റീപർച്ചേസ് പ്രോഡക്റ്റ് കൊടുക്കുക. റീപർച്ചേസ് പ്രോഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോപ്പാണ് 10 സോപ്പാണ് 299 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. റീപർച്ചേസ് പോയിന്റ് ആയിട്ട് നമുക്ക് 70 രൂപ നമുക്ക് അവിടെ വരുമാനം കിട്ടുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം നമ്മൾ ബൈനോ കൊടുക്കുക. ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമ്മുടെ അഡ്രസ്സും പിൻകോഡും ബാക്കി താലൂക്ക് ഡിസ്ട്രിക്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റീപർച്ചേസും ഫസ്റ്റ് പർച്ചേസും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പർച്ചേസിൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ റീപർച്ചേസ് ചെയ്യാം. നമുക്കിത് ഏതെങ്കിലും വാലറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് പർച്ചേസിലോ അല്ലെങ്കിൽ റീപർച്ചേസ് വാലറ്റിൽ നമുക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സബ്മിറ്റ് മറ്റും നമുക്ക് ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വാലറ്റിൽ നമുക്ക് അവിടെ എമൗണ്ട് വേണം. അപ്പോൾ നമുക്ക് റീപർച്ചേസ് ആണെങ്കിൽ റീപർച്ചേസ് കൊടുക്കുക. റീപർച്ചേസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. പഴയ ഐ ഡികളിൽ ഫസ്റ്റ് പർച്ചേസിൻ്റെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ ആ മുകളിൽ കാണുന്ന 3 ലൈൻ കാണുന്നിടത്ത് ടച്ച് ചെയ്യുക. നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആകുന്നത്. അവിടെ ചാറ്റ് വിത്ത് അഡ്മിൻ എന്നുള്ള ഒരു ഭാഗം ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇതുപോലെ അഡ്മിനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ വഴി പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. അങ്ങനെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫസ്റ്റ് പർച്ചേസിൻ്റെ പ്രോഡക്റ്റ് കിട്ടാത്ത മെമ്പേഴ്സ് ഈ ഒരു ഓപ്ഷനിൽ കൂടി എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്.